ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ജിപ്സി എങ്ങനെ പണി കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ റീസ്റ്റോറേഷൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അതിലോട്ട് കിടക്കാം. നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന മെക്കാനിക്കൽ വർക്കാണ്. അപ്പോൾ നമ്മുടെ വീടിനടുത്ത് തന്നെയാണ് ഒരു ഷോപ്പ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. തമ്പുരാനെന്നാണ് കാർ വർക്ക്ഷോപ്പിൻ്റെ പേര്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ ട്രിവാൻഡ്രത്തെ പാപ്പനംകോടുന്ന് നമ്മുടെ മലയൻകീഴിലേക്ക് പോകുന്ന വഴിക്കുള്ള ചൂഴാറ്റുകോട്ട എന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടുത്തെ ആംഗിളാണ് നമുക്ക് ഇതിൻ്റെ ജിപ്സിയുടെ മെക്കാനിക്കൽ വർക്ക് ചെയ്യാൻ പോകുന്നത്. അങ്കിൾ ഫുള്ളായിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു കേട്ടോ. അകത്തോട്ടൊക്കെ കയറി നോക്കിയപ്പോൾ ഫ്രണ്ടിൽ തന്നെ തുടങ്ങാമെന്ന് പറഞ്ഞു. ഒരുപാട് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. നല്ല രീതിയിൽ ശോഷിച്ചാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാ സാധനങ്ങളും മേടിക്കാനുള്ള ലിസ്റ്റൊക്കെ തന്നെ. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ തന്നെ അങ്ങ് തുടങ്ങാം കേട്ടോ. അങ്ങനെ നമ്മൾ പാർട്സ് മേടിക്കാൻ എത്തി. നമ്മൾ ട്രിവാൻഡ്രം കിള്ളിപ്പാലത്തുള്ള സ്വരാജ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മൾ പാർട്സൊക്കെ മേടിക്കുന്നത്. അപ്പോൾ സാമ്പിൾ പാർട്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഈ ബ്രോയാണ് കേട്ടോ, നമ്മുടെ അരവിന്ദ് എന്നാണ് ഈ പുള്ളിയുടെ പേര്. ഈ ബ്രോയാണ് നമുക്കിവിടെ വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്തു തരുന്നത്. നമുക്ക് പാർട്സൊക്കെ നമുക്ക് വിളിച്ച് ചോദിക്കുകയും എല്ലാ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തരുന്ന പുള്ളിയാണ്. ജിപ്സിയുടെ ഫ്രണ്ട് സ്റ്റെബിലൈസർ ഒഴിച്ച് ബാക്കി എല്ലാ സാധനവും ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിനിപ്പോൾ ഇൻസ്റ്റയിൽ സ്പെയർ മാർട്ട് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അപ്പോൾ അവരെ നമുക്ക് ഓർഡർ ചെയ്തെടുക്കാം. കുറച്ച് സാധനങ്ങൾ നമ്മൾ മേടിച്ചിട്ടില്ല കേട്ടോ. ഏതൊക്കെയെന്നുണ്ട് നമ്മൾ ഓയിലുകളും ഫിൽറ്ററും പിന്നെ കൂളൻ്റൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അത് അങ്കിൾ സെറ്റ് ചെയ്തോളും. ബാക്കിയെല്ലാം നമ്മൾ മേടിച്ചിട്ടുള്ളത്. ബാക്കി ഇനിയിപ്പോൾ ഉടനെ തുടങ്ങും. ഫ്രണ്ട് ഫുള്ളായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാളൊക്കെ ഗ്രീസൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കുകയാണ്. അങ്ങനെ നമ്മൾ സ്പെയർ മാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ള നമ്മുടെ സ്റ്റെബിലൈസർ എത്തിയിട്ടുണ്ട്. നമ്മൾ സ്റ്റോക്കിനേക്കാളും കുറച്ച് ലെങ്ത് കൂടിയതാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫ്രണ്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബാക്ക് പൊളിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിലുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി നമ്മൾ അടുത്ത് പോവാണ് കേട്ടോ. സ്വരാജ് മോട്ടോഴ്സ് നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ തിരിച്ച് പോവാണ്. നമ്മുടെ നോക്കിയ സേനോൺ ചിരിച്ചുകൊണ്ട് കിടപ്പുണ്ട്. അങ്ങനെ നമ്മളിവിടെ തിരിച്ചെത്തി കേട്ടോ. അങ്ങനെ നമ്മൾ ജിപ്സിയുടെ വർക്കൊക്കെ ഏറെക്കുറെ കഴിയാറായി. പെട്ടെന്ന് നമ്മൾ വീഡിയോസ് കാണിച്ചിട്ടുണ്ടെങ്കിലും ഈ വർക്ക് കഴിയാൻ വേണ്ടിയിട്ട് ഏറെക്കുറെ 1 വീക്കിനകത്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി അടുത്ത് തിരിച്ച് പോകാനുള്ള പരിപാടിയാണ്. അടുത്ത വർക്കൊക്കെ നോക്കണ്ടേ. ജിപ്സി അങ്ങനെ മെക്കാനിക്കൽ വർക്ക് എല്ലാം കഴിയുന്നത് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ പാച്ച് വർക്കിന് പോകാൻ പോവാണ്. അങ്ങനെ നമ്മൾ പാച്ച് വർക്കിന് ഇന്ന് കൊടുക്കുകയാണ്. നാളെ തന്നെ കിട്ടുമെന്നാണ് അങ്കിൾ പറഞ്ഞിട്ടുള്ളത്. വ്ളോഗ് വീഡിയോ വ്ളോഗിങ്. പണിതപ്പോ ഞാൻ തിരക്കായിരുന്നു. ഓക്കെ ബൈ. ഈ ഷോപ്പിന്റെ പേരെന്താ? ശ്രീ ഗുരുകുല ഓട്ടോമൊബൈൽസ്. സ്ഥലം പാമാങ്കോട്. എല്ലാവിധ പാച്ച് വർക്കിനും സമീപിക്കുക. അങ്ങനെ നമ്മുടെ പാച്ച് വർക്ക് എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇപ്പോൾ കാണുന്നില്ലേ, ഒരുപാട് ബാക്കിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുണ്ടായിരുന്നു. ഫ്രണ്ടിലും സൈഡിലൊക്കെ ആയിട്ട് ചെറിയ പാച്ചസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെല്ലാം ക്ലിയർ ആയിട്ട് നമ്മൾ അടച്ചിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ നമ്മളടുത്ത് പെയിൻറ്റിങ്ങിന് കൊടുക്കണം. അതിന് മുന്നേ നമുക്കൊന്ന് വാഷ് ചെയ്യാൻ കൊണ്ടു കൊടുക്കണം കേട്ടോ. വാഷിംഗ് എന്ന് പറഞ്ഞാൽ ഇൻറ്റീരിയറും അണ്ടർ ബോഡി എല്ലാം നമ്മൾ നല്ല ക്ലീൻ ആയിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതിനെ നേരെ ഇനി കൊണ്ടുപോകുന്നത് ഫുൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്കിനി അങ്ങോട്ട് പോകാട്ടോ. പെയിൻറ്റിങ്ങിന് കൊണ്ട് കേട്ടോ. വേറെ വണ്ടികളൊക്കെ ഇവിടെ ഉണ്ട്. പെട്ടെന്ന് കിട്ടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പോൾ പുട്ടി വർക്ക് നടക്കുകയാണ്. ഇതിപ്പോൾ 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഇതുവഴി പോയ സമയത്ത് ജസ്റ്റ് വർക്ക്ഷോപ്പിലും കൂടെ കയറിയിട്ട് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇപ്പോൾ വന്നതാണ്.
കിട്ടില്ല പെയിന്റിങ് വരെ എത്തി. അപ്പം നമ്മളെ ഫസ്റ്റ് കോട്ട് റെഡ് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് ഇവിടെ നമ്മുടെ ബ്ലാക്ക് കൊടുത്തു. അപ്പം നമ്മുടെ വീൽസ് മുന്നേ ഉണ്ടായിരുന്നത് ബ്ലാക്ക് കളറാണ്. അപ്പം ബ്ലാക്ക് കളറിൽ നിന്ന് നമ്മൾ മെറ്റാലിക് ഗ്രേയിലോട്ട് കളർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല കളറാട്ടോ. ഇതാ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് മറ്റേതിനേക്കാൾ. നമ്മുടെ അങ്ങനെ സീറ്റ് കവർ ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. നമ്മുടെ അടുത്ത് തന്നെയാണ് അടുത്തൊരു ഷോപ്പ്. ഇതും ഇതാണ് കേട്ടോ, നമ്മുടെ അടുത്ത് മിക്സ്ഡ് ആണ് വരുന്നത്. ഈ സൈഡെല്ലാം ഈ റെക്സിൻ വരും, ഈ സൈഡ് ഇത് വരും. അപ്പോൾ ഞങ്ങൾ ഫൈനലായിട്ട് സീറ്റ് കവർ ചെയ്തു. അഫോർഡബിൾ പ്രൈസ് ആണ് കേട്ടോ, 4200 രൂപയാണ്. രണ്ടും കൂടെ ചെയ്തു. റെക്സിൻ ക്ലോത്ത് നല്ല ക്വാളിറ്റിയുള്ള ക്ലോത്താണ്. അപ്പം നമ്മുടെ ജിപ്സി ഒരു ഫൈനൽ സ്റ്റേജിലോട്ട് എത്തിക്കൊണ്ടിരിക്കണം. ഇനി ബാക്കിലെ വീൽസ് സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ കണ്ടില്ല, ബാക്കിലെ വീൽസ് വെക്കണം. പിന്നെ മൊത്തം തുടച്ച് പിന്നെ സീറ്റും സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ പണി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കഴിയും ഉടനെ. ഓക്കെ, വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഗൈസ്, നമ്മുടെ ഫുൾ പണി ചെയ്തെന്ന് കണ്ണെന്ന് പറഞ്ഞ ഞങ്ങളാണ് കേട്ടോ. ആ ചേട്ടനും കൂടെ ചേർന്നിട്ടാണ് ഫുൾ പണി. വളരെ ക്ലിയർ ആയിട്ട് സമയത്തിന് തന്നെ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ചൂഴാറ്റ് തൊട്ടത് വിഴവൂര് പോണ വഴിക്ക് ആ ബ്രിഡ്ജിൻ്റെ അടുത്താണ് കേട്ടോ ഈ ഒരു വർക്ക്ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാട്ടോ. നമ്പർ പ്ലേറ്റ് വന്നു കേട്ടോ നമ്മുടെ. ഇതെന്ത് സാധനം കൊള്ളാം. കോഴിക്കോട് അടിക്കും. ടയറിന്റെ അലൈൻമെന്റ് ഒക്കെ ചെയ്ത് കിട്ടിയാട്ടോ. സ്പെയർ മാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഫ്ലോർ മാറ്റും ആൻറ്റിനെയൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് അത് വെക്കാനുള്ള പരിപാടിയൊക്കെയാണ്. ഇത് കഴിഞ്ഞ് സ്റ്റിക്കറൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് ഉടനെ എത്തും. നമ്മളെ സ്റ്റിക്കറും കൊണ്ട് പോസ്റ്റ് വുമൺ ആണ് കേട്ടോ എത്തിയിരിക്കുന്നത്. അത് കൊള്ളാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റിക്കേഴ്സ്. സ്റ്റിക്കർ നമ്മൾ വാങ്ങിയ DMR എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ്. ആ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മളത് എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞു കേട്ടോ, ഫുള്ള് ഒട്ടിച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ വണ്ടിയുടെ പണി എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ചെറിയൊരു ബാഡായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് ടയറാണ്. അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ ടയർ ഓർഡർ ചെയ്തു. ടയർ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മേടിച്ചു. മാക്സിസിൻ്റെ ടയറാണ് കേട്ടോ ഞങ്ങൾ മേടിച്ച്. ഈ ടയറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 235, 75, 50 ആണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ടയർ വെക്കാൻ സമയത്ത് ഫ്രണ്ടിൽ ബമ്പർ നമുക്ക് തട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഊരി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോവേണ്ടത് നമ്മൾ പാച്ച് വർക്ക് അങ്കിളിൻ്റെ അടുത്താണ്. അപ്പോൾ പുള്ളി അത് ഫ്രണ്ട് കട്ട് ചെയ്തിട്ട് വീൽസ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് തരും. ഇപ്പോൾ നമ്മൾ കറൻറ്റ്ലി ഊരി വെച്ചേക്കാണ്. അപ്പോൾ ഇതാണ് ബമ്പറിൻ്റെ ഫ്രണ്ട്. ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിയാൽ മാത്രമേ നമുക്ക് ടയർ തൊട്ടാതിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മളിത് ഫിക്സ് ചെയ്യും. ഈ ഒരു ചെറിയ പാർട്ടാണ് നമ്മൾ അതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത്.
ഇത് കട്ട് ചെയ്ത് ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ സോഫ്റ്റ് ടോപ്പ് വെക്കാനുണ്ട്. ഇതുവരെ അതും വെച്ചിട്ടില്ല. അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ടോപ്പിൻ്റെ റെയിൽസൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. അതും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏറെക്കൂടെ പരിപാടിയൊക്കെ കഴിയും. നമ്മൾ ആൻറ്റിനെ വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്കിള് ഇപ്പോഴാണ് ആൻറ്റിനെ വെക്കുന്നത്. അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബമ്പർ സെറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് വീട്ടിലോട്ട് പോവാം ഗൈസ്. നമ്മുടെ കയ്യിൽ വണ്ടി ആദ്യം കിട്ടി നമ്മൾ ചെയ്ത് കുറച്ച് പാർട്സ് ഒക്കെ നമ്മൾ ഓർഡർ ചെയ്തു. അതിൻ്റെയൊക്കെ വ്ളോഗ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മൾ ചെയ്ത ഫസ്റ്റ് റീപെയിൻറ്റിങ് ആണ്. ഫുള്ള് നമ്മൾ വണ്ടി റീപെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മളപ്പോൾ ഇൻറ്റീരിയറും ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഫുൾ സീറ്റ് ഉൾപ്പെടെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സോഫ്റ്റ് ടോപ്പ് ചെയ്തിരിക്കുന്ന റിമൂവബിൾ ആയിട്ടാണ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഉപയോഗിക്കാം. ഇങ്ങനെയാണ് ഇത് ഊരുന്നത്. ഇവിടെ ഒരു റെയിലുണ്ട്. അപ്പോൾ നമുക്ക് ആ ട്രാക്കിൽ കൂടെ തന്നെ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതവിടെ ഫിറ്റ് ആയിരിക്കും. ഇവിടെ ഒരു സ്റ്റിക്കറാണ് കേട്ടോ വരുന്നത്. ഫ്രണ്ടിലൊരു ബട്ടൺ ആണ്. പിന്നെ ഇവിടെയും ഒരു റെയിലാണ് വരുന്നത്. ഇതും കൂടെ ഇളക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഫുള്ളായിട്ട്, അപ്പോൾ നമുക്കിത് റിമൂവബിൾ ആണ്. പിന്നെ നമുക്ക് ആവശ്യത്തിനടുത്ത് വെക്കാനും പറ്റും. അപ്പം നമ്മൾ ഇടുന്നില്ല കേട്ടോ തൽക്കാലത്തേക്ക്. അപ്പോൾ ഇതാണ് നമ്മൾ സോഫ്റ്റ് ടോപ്പ് റിമൂവ് ചെയ്തിട്ടുള്ള നമ്മുടെ ജിപ്സി. അപ്പോൾ നമ്മുടെ ജിപ്സിയുടെ റീസ്റ്റോറേഷൻ കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെയാണ്. തുടർന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തുടർന്ന് ഇതങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇടുന്നതാണ്. അപ്പോൾ എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ബൈ.